ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ചായയൊക്കെ തിളക്കുന്ന നേരം കൊണ്ട് നല്ല ഈസി ആയിട്ടൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ഏലക്ക ഒന്ന് ചതച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് കൊണ്ടോ ഫോർക്ക് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ നന്നായിട്ട് ഇതൊന്ന് കട്ടയൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടണം. നമ്മുടെ ദോശമാവിൻ്റെ ബാറ്ററിൽ നിന്ന് ഒരല്പം കൂടി ലൂസായിട്ടുള്ള ഒരു ബാറ്ററിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എന്നിട്ട് 2 നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകണ്ട, എന്നാലും ആ നെയ്യിലേക്ക് ഇട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ പാനിൽ നിന്ന് ഈ പഴമൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് സെയിം അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് അതിൽ തന്നെയുണ്ട്. അതിലേക്ക് ഒരു പിടി ക്രഷ് ചെയ്തിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതാണ്, ഒരു 1/4 കപ്പ് വരെ ആകാം. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതേ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ ബാറ്ററും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതും കൂടി ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെയൊക്കെ ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ മേളിലായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ആ ഒരു 5 മിനിറ്റിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. എന്നിട്ട് ഒരു സ്പാച്ചില കൊണ്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിനെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇത് മതി, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. അതിനകത്തുള്ള ആ മാവിനകത്തുള്ള ആ ഒരു ഫില്ലിങ്ങും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.